നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 58-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് തുറക്കാം. 58-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. സാധിക്കുന്നവർ. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ഇസ്രായേൽ മക്കൾ ഒരു ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉപവാസത്തിലൂടെ ദൈവം ഈ ദൈവമക്കൾക്ക് കൊടുക്കുവാൻ പോകുന്ന ഒരു ദൈവിക അനുഗ്രഹത്തെ പറ്റിയാണ് നമ്മൾ വായിച്ചത്. ഉപവാസത്തിൽ യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണെന്നും ആ ഉപവാസത്തിലൂടെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് എങ്ങനെ ഉപവസിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റേതായ തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആ ദൈവിക അനുഗ്രഹത്തെപ്പറ്റി ആണ് ഈ തിരുവചനത്തിലൂടെ നമുക്കിന്ന് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. എന്നാൽ വ്യത്യസ്തമായൊരു ചിന്തയാണ്, ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത്. അത് ഇന്ന് കർത്താവ് ദൈവകൃപയ്ക്കനുസരിച്ച് ദൈവമക്കൾക്ക് അത് പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത തിരുവചനം പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്താണെന്ന് അനേകരോട് ചോദിച്ചാൽ അനേകർക്ക് പല കാര്യങ്ങൾ പറയുവാൻ കാണുമായിരിക്കും. പക്ഷെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്: യഹോവ എപ്പോഴും ഒരുവനെ നടത്തുക, എപ്പോഴും കർത്താവിനാൽ ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുക. ഏറ്റവും സക്സസ്ഫുൾ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ആരാണെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും ഇംഗ്ലീഷിൽ സക്സസ്ഫുൾ, ഏറ്റവും ജയകരമായി പൂർണ്ണമായിട്ടും ഒരു സക്സസ്ഫുള്ളായ തീർന്ന വ്യക്തിയുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. കാരണം എന്താണ്? കാരണം ഇതാണ്. കാരണം യേശുവിനെ സുവിശേഷ വേല തുടങ്ങുമ്പോൾ മുതൽ, ഞാൻ വിശ്വസിക്കുന്നു ജനിച്ച സമയം മുതൽ തന്നെ, എങ്കിലും കർത്താവ് പരസ്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോഴും അതിനു മുമ്പ് തിരുവചനത്തിൽ നമ്മൾ കാണുമ്പോഴുമൊക്കെ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം വിട്ട് ഒരു വള്ളിയോ പുള്ളിയോ മാറാതെ നിരന്തരമായി തൻ്റെ സ്വർഗപിതാവുമായിട്ട് ഉള്ള കൂട്ടുബന്ധം അത് തകർന്നു പോകാതെ, അത് വിട്ടുപോകാതെ നിലനിർത്തിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞ നാളുകൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് അല്ല വിഷയം. പക്ഷേ ഇനി വരുവാൻ പോകുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവേ, വന്നുപോയ അപജയങ്ങൾ, വന്നുപോയ തെറ്റുകൾ, വന്നുപോയ പരാജയങ്ങൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കണമെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, അവിടുന്ന് എൻ്റെ കരം പിടിച്ച് നടത്തണം. അനേകർ കണ്ണീർ കയത്തിൽ, അനേകർ കഷ്ടങ്ങളിൽ, കെട്ടുകളിൽ, കെണികളിൽ പെട്ട് പോയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം ശബ്ദം കേൾക്കുവാൻ കഴിയാതെ ദൈവം കാണിക്കാത്ത വഴിയിലൂടെ കടന്നു പോയതിൻ്റെ അതിനുശേഷം സംഭവിച്ച ചില അപജയങ്ങളുടെ നിമിത്തമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ ഏതെങ്കിലുമൊക്കെ ദുരവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന് മിക്കവാറുമുള്ള കാരണം നമ്മൾ തന്നെയാണ്. അത് ഏറ്റെടുക്കാൻ ഇന്ന് തയ്യാറാണ്. ചിലതൊക്കെ കർത്താവ് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. പക്ഷേ പലപ്പോഴും കർത്താവുമായിട്ട് ചേർന്ന് നടക്കുവാൻ, കർത്താവായ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നത് മാത്രം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ
ഒന്ന് ഹൃദയത്തെ സമർപ്പിക്കുവാൻ തയ്യാറാണോ? ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവസ്ഥകളെ മാറ്റുവാൻ പോവുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു, പലരും ദൈവശബ്ദം കേട്ടവരുണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ദൈവശബ്ദം കേട്ടാണ് ഒരുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ കേവലം വൺസ് ഇൻ എ ബ്ലൂ മൂൺ ദൈവശബ്ദം എവിടെയോ കേട്ടു, എന്നെ ദൈവം വിടുവിച്ചു, ദൈവനെ അഭിഷേകം ചെയ്തു, വിശ്വാസത്തിൽ കടന്നു വന്നു, ദൈവനെ അനുഗ്രഹിച്ചു. പക്ഷെ ഇന്നും പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ തിരുവചനം പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ ദൈവശബ്ദം കേൾക്കണം എന്നുള്ളതാണ്. ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണോ? നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ അന്ധ മൂഢ ബധിര വിഗ്രഹത്തെ അല്ല ഇന്ന് ആരാധിക്കുന്നത്. കണ്ണുണ്ടായിട്ടും കാണുവാൻ കഴിയാതെയും, ചെവിയുണ്ടായിട്ടും കേൾക്കുവാൻ കഴിയാതെയും, വായുണ്ടായിട്ടും ചെയ്യുവാൻ കഴിയാത്ത ഒരു വിഗ്രഹത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് ഇന്നും എന്നോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. യെസ്, ഇന്ന് കർത്താവിൽ ജീവിതത്തിൽ സന്തോഷമില്ലേ? ജീവിതത്തിൽ സമാധാനമില്ലേ? ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിപ്പോയോ? ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം, അവിടുത്തെ നടത്തിപ്പ് എനിക്ക് ആവശ്യമുണ്ട്. മുന്നോട്ട് സ്തോത്രം കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളിൽ എത്തപ്പെടുവാൻ കർത്താവേ, ഐ നീഡ് എ ഡയറക്ഷൻ, ഐ നീഡ് എ ഗൈഡൻസ്, ഐ നീഡ് എ കൗൺസിൽ ഓഫ് ഗോഡ്. ആമേൻ. അത് ഒരു കാര്യത്തിലല്ല, കേവലം ഒരുപക്ഷെ ജീവിതത്തിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അന്ന് മാത്രമല്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിരന്തരമായി 24 hours bar 365 days God wants to have a relationship with you and me. ദൈവ മക്കളുമായിട്ട് മാത്രമേ ദൈവത്തിന് അനുദിനം സമ്പർക്കം നടത്തുവാൻ കഴിയുകയുള്ളൂ. ചില പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചേക്കാം, പക്ഷേ ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇന്ന് ആ ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. യഹോവ എപ്പോഴും വഴി നടത്തും, വരണ്ട നിലത്തിന്റെ വിശപ്പടക്കും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനമുള്ള തോട്ടം പോലെയാകും. ആമേൻ. നീ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും. അങ്ങനെ തൻ്റെ ജനത്തെ നിരന്തരമായി മരുഭൂമിയിലൂടെ ദൈവം വഴി നടത്തിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവവചനത്തിനെ വായിക്കുമ്പോൾ മലാക്കി പ്രവാചകനും പുസ്തകവും പിന്നീട് വിശുദ്ധ മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു പോകുന്നതിന് ഇടയിൽ ഏകദേശം 400 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അതിനിടയിൽ ദൈവം സംസാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിന് ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക, എൻ്റെ ജീവിതം ഇരുട്ടായി മാറും, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതായി മാറും. സങ്കീർത്തനക്കാരൻ എവിടെയോ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവേ അവിടുന്ന് എൻ്റെ ശബ്ദം കേൾക്കണമേ. പലപ്പോഴും ദൈവം നിശബ്ദനായി തീരുമ്പോൾ ഭയപ്പെടേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയാണ്. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ചില കാലങ്ങളായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഇന്ന് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. There is a lull before the storm. ഒരു ശാന്തതയുണ്ട് ഒരു കൊടുങ്കാറ്റിന് മുന്നിൽ മുമ്പായിട്ട് എന്ന് പറഞ്ഞതുപോലെ നിരന്തരമായി ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനുമാണ് ദൈവം തന്റെ ജനത്തെ വിളിച്ചത്. ദൈവം ആഗ്രഹിച്ചതും അതായിരുന്നു. ആദാം ഹവ്വ ദമ്പതികളുമായി ഉണ്ടായിരുന്ന കൂട്ടുബന്ധത്തിൽ നിരന്തരമായി ദൈവം അവരുടെ ജീവിതത്തിന്റെ ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് വൈകുന്നേരമാകുമ്പോൾ എന്നും കടന്നു വരുന്ന ഒരു യഹോവയായ ദൈവത്തിന്റെ കാലടി ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന ആമേൻ ആ യുവദമ്പതികൾ, യെസ്, അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ദൈവം അവരോട് ചോദിക്കും, കാര്യങ്ങൾ എന്തായി, എങ്ങനെയുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം, എങ്ങനെയുണ്ട്, ഞാനങ്ങ് വിഭാവനം ചെയ്യുകയാണ്, എങ്ങനെയുണ്ട് എന്ന് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ദൈവവുമായിട്ട് അവർ സംസാരിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ദേ ഹാഡ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ
This is the essence of the Christian life. യേശു ക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു വന്നത് പിതാവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് ദൈവജനത്തെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദൈവം കാലാകാലങ്ങളിൽ ആദാം ഹവ്വ ദമ്പതികളുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ അറ്റുപോയപ്പോൾ, പിന്നീട് ആ ദൈവശബ്ദത്തിൽ നിന്നും മാനവജാതി മാറി മാറി പോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് മലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ആകാശമേ കേൾക്ക. അതിൽ 1, 2, 3 വാക്യങ്ങൾ, chapter 1 and 2, 3 verses 2 and 3 says, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവന്റെ, കഴുതന്റെ യജമാനന്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. ആകാശത്തിൻ പെരിഞ്ഞാറയും കൊക്കും മിവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ഓ, ദൈവം പറയുകയാണ്, എന്റെ ശബ്ദം ഇവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശവിധാനം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ആമേൻ ദൈവത്തിന്റെ മഹത്വത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തി. അവിടെ ദൈവം മനുഷ്യനുമായിട്ടുള്ള കൂട്ടുബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം ദൂതന്മാരിലൂടെ സംസാരിച്ചു. എബ്രായക്കാർക്ക് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൂതന്മാരിലൂടെ ദൈവം ഇടപെട്ടു. പിന്നീട് ദൈവം നോഹയിലൂടെ സംസാരിക്കുന്നു, പ്രവാചകന്മാരിലൂടെ ഇടപെടുന്നു. പിന്നീട് നമുക്ക് പലരോടും ദൈവം വ്യക്തിപരമായി സ്വപ്നങ്ങളോട് ദർശനങ്ങളോട് സംസാരിച്ചു. പിന്നെ സംസാരിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഒരു കഴുതയുടെ വായിലൂടെ സംസാരിച്ചു. ഉരിയാട കഴുത വാ തുറന്ന് ദൈവത്തിന്റെ ആമേൻ ഒരു ശബ്ദം, ഒരു മനുഷ്യ ശബ്ദമാക്കി ദൈവം മാറ്റുകയാണ്. അപ്പോൾ ദൈവത്തിന് തൻ്റെ ജനത്തോട് സംസാരിക്കുവാൻ ദൈവത്തിന് വളരെ താല്പര്യമുണ്ട്. വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ ആമേൻ ദൈവസന്നിധിയിൽ ഈ ഭൂമിയിലും വരാൻ പോകുന്ന യുഗത്തിലും ഏറ്റവും ശ്രേഷ്ഠകരമായി തന്നെ തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പം തിരുവചനം പറയുന്ന ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരവും പിതാക്കന്മാർ അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പുത്രൻ മുഖാന്തരമാണ് അന്ത്യനാളുകൾ സംസാരിക്കുന്നത്. പുത്രൻ മുഖാന്തരം പുത്രനെ അറിയുന്നവർ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്. അവർക്കൊരു ഇന്റർമീഡിയറ്റിന്റെ ആവശ്യമില്ലാതക്കവണ്ണം ദൈവവുമായിട്ട് നിരന്തരമായ ഒരു സമ്പർക്കത്തിലേക്ക് വരുവാൻ. ഞാൻ പറയുന്നത് കേവലം എവിടെയൊക്കെയോ എന്തൊക്കെയോ ശബ്ദം കേട്ടു എന്നുള്ളതല്ല. പലരും ഇത് കേൾക്കുന്ന പലരും ദൈവശബ്ദം പല രീതിയിൽ കേട്ടവരായിരിക്കാം. ഒരു ഓഡിബിൾ വോയിസ് ആയിട്ട് കേട്ടവരുണ്ട്. ഹല്ലേലൂയ. ആ ഗണത്തിൽ നമ്മളിൽ പലരും അങ്ങനെയാണ്. അല്ലാതെയും കേട്ടവരുണ്ട്. പ്രവാചകന്മാരോട് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പ്രവചന ദൂതായി ദൈവം പലരോടും ഇടപെട്ടിട്ടുണ്ട്. സ്വപ്നങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അനവധി സ്തോത്രം തവണ ദൈവം അങ്ങനെ സംസാരിച്ചവരുണ്ട്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടും യെസ്, അത് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉള്ളത് കൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറയുന്നു, ദൈവം ആഗ്രഹിച്ചത് ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായി ഇത് കൊടുക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ പലർക്കും അറിയാവുന്ന പോലെ സങ്കീർത്തനം 81 13-15 വാക്യങ്ങൾ, സങ്കീർത്തനം അതിന്റെ 81 ദൈവം ജനത്തെ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നടത്തുകയാണ്. അവർ കാൽനട ജാഥയായി പോവുകയാണ്. ചെരുപ്പുകൾ തേഞ്ഞു പോകുന്നില്ല, ചൂടേൽക്കുന്നില്ല. ഇപ്പം നല്ല ചൂടായപ്പം ഇന്ത്യയിലൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലേക്കും ആണെങ്കിൽ പുറത്തിറങ്ങിയാൽ ചൂട് സഹിക്കാൻ. ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, കർത്താവേ, പകൽ മേഘസ്തംഭമായി വെളിപ്പെട്ട ദൈവമേ, ഈ ദിവസങ്ങൾ മേഘസ്തംഭമായി വെളിപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ രാത്രി അഗ്നിതുണ അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല, കാരണം നല്ല ചൂടാണ് രാത്രിയിലും. അപ്പോൾ ജനത്തെ നടത്തിയ ദൈവം പറഞ്ഞു, 40 വർഷം കൊണ്ട് അല്ല, പണ്ഡിതന്മാർ പറയുന്ന വേദപണ്ഡിതന്മാർ ശരിയോ തെറ്റോട്ടെ,
അവർക്ക് 40 ദിവസം കൊണ്ട് ചെന്നെത്താകുന്ന ഒരു ദേശമായിരുന്നു വാഗ്ദത്ത ദേശം. എന്നാൽ ഈ ജനം മറുതലിച്ചത് കൊണ്ട്, ദൈവം പറയുന്നത് മനസ്സിലാകാതിരുന്നത് കൊണ്ട്, മിസ്രൈം അകത്തു നിന്ന് പോകാത്തത് കൊണ്ട്, ഈജിപ്ത് അകത്തു നിന്ന് പോകാത്തത് കൊണ്ട് ദൈവത്തിന്റെ ജനം മരുഭൂമിയിൽ പട്ടുപോയി. അവർ കറങ്ങി നടന്നു വാഗ്ദത്ത ദേശത്തിന് ചുറ്റും. അവിടെ പറയുന്നു, എന്താണ് ദൈവം ആഗ്രഹിച്ചത്? നമുക്ക് വായിക്കാമല്ലോ. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ടും 81:16 അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മഹത്തരമായ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ തരുവാൻ ആഗ്രഹിച്ചു. പക്ഷേ യു കുഡ് നോട്ട് റിസീവ് ഇറ്റ്. കാരണം അവർക്ക് ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങളോട് ദൈവം സംസാരിക്കണ്ട. ആ മലയിൽ അല്ലെങ്കിൽ സിയോൻ പർവ്വതത്തിൽ ദൈവം സംസാരിച്ചു. കാരണം പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. അതവർക്ക് അരോചകമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് സംസാരിക്കാൻ സാധിക്കും. ഹൃദയത്തെ സമർപ്പിക്കുന്നവന്റെ ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നും ഇടപെടുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, ഇത് വചനപ്രകാരം ഒരു സത്യം കൂടെ. GPS ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പലരും. ആമേൻ. അപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ GPS പറയും, ഗോ 1.5 കിലോമീറ്റർ സ്ട്രെയിറ്റ്, ടേക്ക് എ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേൾക്കാതിരുന്നാൽ, ആമേൻ, നിങ്ങൾ എവിടെയുമാകട്ടെ, ഒരുപക്ഷെ കേരളത്തിലായിരിക്കും, എവിടെയുമാകട്ടെ, നിങ്ങൾ ചെന്നെത്തേണ്ട സ്ഥലം ഒരുപക്ഷെ 1 മണിക്കൂർ കൊണ്ട് ചെന്നെത്തേണ്ടത് ഈ ശബ്ദം കേട്ടിട്ട്, അല്ലെങ്കിൽ വേറെ വല്ല പാട്ടുമൊക്കെ കേട്ടോ, അല്ലെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ശബ്ദം കേൾക്കത്തില്ല. അപ്പൊ ഈ ശബ്ദം കേട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ചെല്ലുമോന്ന് ചോദിച്ചാൽ ആക്സിഡന്റ് ഒന്നുമില്ല, ദൈവം കൊണ്ടെത്തിക്കും. പക്ഷേ ചെല്ലേണ്ട സമയത്ത് ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവശബ്ദത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അനവധി ഇടങ്ങളിലൂടെ, അനവധി തലങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാം ഒന്നും നമുക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്കൊരു അവലോകനം ചെയ്യാം. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന തലങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ ഒരു ശബ്ദം കേൾക്കും. എപ്പോഴാണ് പറഞ്ഞത്? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണമെന്നില്ല, 30:21. അപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഡയറക്ഷൻ ദൈവം തരുന്നുണ്ട്. പക്ഷേ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യുന്നുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതാണ് അവിടെ ദൈവം പറയുന്ന ഡ്യൂട്രോണമി 28:1. പലർക്കും ഇത് കാണാപ്പാടാം. 1 തൊട്ട് 18 വരെ നമ്മൾ പാട്ട് പാടുന്ന ഒരു പാടാണ്. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ദൈവിക ഭൗതിക അനുഗ്രഹങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരുക്കി. എങ്ങനെയാണ് ഈ ഭൗതിക അനുഗ്രഹങ്ങൾ നിങ്ങളെ കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ കീ വേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ 1-ാം വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇത് ഉന്നതമാക്കും. അതെ, ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. അതുകൊണ്ട് സിദ്ധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നേ. അപ്പോൾ ഒരു ഉയർച്ച ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവര് മറ്റ് അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ പോയപ്പോഴൊക്കെ അവര് പിടിക്കപ്പെട്ടു, അവർ ബന്ധിക്കപ്പെട്ടു, അവർ അടിമകളായി തീർന്നു. എന്നാൽ സത്യദൈവത്തെ ആരാധിച്ചും ശ്രദ്ധയോടെ കേട്ട്, അതുകൊണ്ടാണ് യഹൂദൻ യഥാർത്ഥത്തിൽ പ്രമാണിക്കുന്ന യഹൂദൻ വള്ളിപുള്ളി തെറ്റത്തില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശബത്ത് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ദൈവം എന്തെല്ലാം പല കാര്യങ്ങളത് നമുക്കറിയാം. അവരുടെ യാഗങ്ങളിലൊക്കെ അവർ വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് അവര് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം, യഹോവ എന്ന പേര് പോലും അവർക്ക് പറയുവാൻ ഭയമാണ്. അപ്പോൾ അത്രയ്ക്കും
ആ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ ശബ്ദത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു. ഇപ്പൊ ഇന്ന് നിങ്ങളെ ഉയർത്തുമെന്ന് ഞാൻ പറയുന്നില്ല. സമയമാകുമ്പോൾ ഒരു ഉയർച്ച, ഒരു മാന്യത, യെസ്, ഒരു അനുഗ്രഹം ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കും. സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വാസം ഏറ്റെടുത്തിട്ട് പറ, എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ മഹത്വം ആമേൻ അനേകർക്ക് വെളിപ്പെടുവാൻ, എൻ്റെ ജീവിതം ഒരു മുഖാന്തരമായി മാറുവാൻ തന്നെ ആണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്നും ആമേൻ ശക്തമായി തന്നെ ആ ദൈവത്തെ വിട്ട് മാറാത്തത് കൊണ്ടാണ് ഇന്നും ഇസ്രായേലിനെ തകർക്കുവാൻ കഴിയാതിരിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സകല നാമങ്ങൾക്കും മേലായ നാമം കർത്താവ് യേശു ക്രിസ്തുവിന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായതിന്റെ കാരണം ആ കർത്താവ് ദൈവ ശബ്ദം കേട്ട് ആമേൻ വ്യത്യാസമില്ലാതെ അതേ ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി അതേ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതേ ആ യേശുവിന്റെ ശരീരത്തിൽ ഒഴുകിയ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ആമേൻ ഭൂമിയിലേക്ക് നിപതിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പിതാവേ, ഇത് അങ്ങയുടെ ഹിതമെങ്കിൽ മാത്രം, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ മാത്രം ഞാൻ ഈ പാനപാത്രം കുടിക്കട്ടെ, അതല്ലെങ്കിൽ ഇത് നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ തലങ്ങളിൽ സ്തോത്രം അവിടെ തിരുവചനം പറയുന്നു, കർത്താവ് ക്രൂശമരണത്തോളം സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ, ആ ശബ്ദം കേൾക്കുവാൻ തയ്യാറായപ്പോൾ, ആ ഹിതം നിറവേറ്റുവാൻ തയ്യാറായപ്പോൾ ആ കർത്താവിനെ സകല നാമങ്ങൾക്കും മേലെ ദൈവം ഉയർത്തുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലും ചില അപജയങ്ങൾ വന്നത്, ചില വീഴ്ചകൾ വന്നത്, പാതാളത്തോളം താന്നു പോകുവാനുള്ള ആമേൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയതിന് കാരണം മറ്റൊന്നുമല്ല, ആ ശബ്ദം കഴിഞ്ഞ നാളുകൾ നമ്മൾ കേൾക്കാതെ പോയി. ശത്രു എവിടെയോ നമ്മുടെ ചെവികളെ അതേ മന്ദീഭവിച്ചു. നമ്മുടെ ചെവികളെ അത് കേട്ടു, ചിലർ കേട്ടു, പക്ഷെ അത് ശ്രദ്ധയോടെ അനുസരിക്കാൻ തയ്യാറാകാതെ അതിന് ഒരു വില പോലും കൊടുക്കുവാൻ തയ്യാറാകാതെ അതിനെ ചവിട്ടി മെതിച്ച് കടന്നുപോയ അനേകർ ഇന്നും ആമേൻ പൈശാചികമായ ബന്ധനത്തിലായി തീർന്ന അനുഭവങ്ങൾ എത്രയോ നിരവധിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരാണെങ്കിൽ ഇന്ന് ആമേൻ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ആമേൻ അത് വരാൻ പോകുന്ന ഈശാനമൂലൻ കാറ്റിനെ അതിലേക്കാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് അതിലേക്ക് അതെ, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവം സംസാരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിരന്തരമായി എന്നെ വഴി നടത്തുവാൻ താല്പര്യപ്പെടുന്ന, ഹല്ലേലൂയ, യെസ്, എൻ്റെ ഓരോ ചെറിയ വിഷയങ്ങളിലും അതുമായി നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടത് വലിയ കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തോട് ചോദിക്കാൻ കഴിയുന്നത്. ദൈവത്തിന് ഈ വലിയ കാര്യം ചോദിക്കുന്നത് ഇഷ്ടം ചെറിയ കാര്യങ്ങളാണ്. കാരണം ഈ ചെറിയ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പലരും കടന്നു വരുന്ന പ്രശ്നം വരുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നത്. പക്ഷെ പ്രശ്നം കടന്നു വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ വ്യക്തമായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആമേൻ. പക്ഷേ ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അത്ര എളുപ്പമുള്ള കാര്യമല്ലിത്. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുമൊക്കെ ഇന്നും പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ദൈവഹിതമാണ്, ദൈവം ഇതാഗ്രഹിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ മനോഭാവനകളിൽ പലപ്പോഴും വന്ന്, അല്ലെങ്കിൽ ദൈവശബ്ദം ഞാൻ കേട്ടു എന്ന് ചിന്തിച്ച്, ദൈവശബ്ദമല്ല പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. അതിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും പോകണ്ടേ. നമ്മുടെ തന്നെ ശബ്ദം കേൾക്കും. അതുമാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കും, ദുരാത്മാവിന്റെ ശബ്ദം കേൾക്കും, മറ്റ് മാനുഷിക ശബ്ദങ്ങൾ കേൾക്കും. പക്ഷെ ഇതിനകത്ത് ഏതാണ് ദൈവശബ്ദം എന്ന് തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് പലപ്പോഴും അറിയുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം അത്ര ശബ്ദ നിബിധമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഏകാന്തതകളിൽ ഒറ്റയ്ക്കാണ് പലപ്പോഴും ദൈവം ഇടപെടുന്നത്. അതുകൊണ്ട് ദൈവം വ്യക്തമായി ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് കർത്താവും ദൈവസഭയുമായി ദൈവവും ഇസ്രായേലുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം ചിത്രീകരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒരു വാക്യമാണ്. 7 കാര്യങ്ങൾ യേശു പറഞ്ഞു. ഞാൻ ആരാണെന്ന്, ഞാൻ വഴിയും സത്യവും ജീവനും ആണ് എന്ന് പറയുന്ന യേശു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാൻ നല്ല ഇടയനാകുന്നു. യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളെ ആടുകളെ പോലെ ആണ് ദൈവം നടത്തിയത്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള
ഒരു ചിത്രീകരണമാണ്, ഒരു എക്സാമ്പിളാണ്, ഒരു കാര്യമാണ് ഇടയനും ആടുമായിട്ടുള്ള കൂട്ടുബന്ധം. പിന്നെ യേശു പറഞ്ഞാൽ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി വേറെ, ചിലർക്ക് മുന്തിരിവള്ളി മാത്രം മതി. കാരണം അതിനകത്ത് നല്ല മുന്തിരിച്ചാറുകൾ ലഭിക്കും. പിന്നെ അതിനകത്തുള്ള സത്തുക നമുക്കറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അതല്ല, പക്ഷെ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ, ദൈവവും സഭയുമായിട്ടുള്ള കൂട്ടുബന്ധത്തെ കാണിക്കുമ്പോൾ, മണവാളിനും മണവാട്ടിയുമായിട്ടുള്ള കൂട്ടുബന്ധമായി കാണിക്കുമ്പോൾ, ആമേൻ, ദൈവം ഞാൻ മുന്തിരിവള്ളിയും കൊമ്പുകളുമായിട്ടുള്ള കൂട്ടുബന്ധത്തെ കാണിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ദൈവം പറയുന്നു, ഞാൻ ആമേൻ നല്ല ഇടയനാകുന്നു. അപ്പോൾ ഇടയനും ആടുമായിട്ടുള്ള കൂട്ടുബന്ധമാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള സംസാരിക്കുവാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. കാരണം ഇറ്റ്സ് ഇൻട്രാക്ഷൻ. അവര് അങ്ങോട്ട്, നമ്മുടെ പ്രാർത്ഥനകൾ പലതും വൺ വേ ട്രാഫിക്കാണ്. മുകളിലേക്ക് ഇങ്ങനെ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ട് നമ്മൾ പറയുന്ന ഒന്നും ദൈവം പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ അല്പസമയം ആ ശബ്ദത്തിന് വേണ്ടി നമുക്കൊന്ന് കാതോർക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ശബ്ദം കേട്ട്, ദൈവം ഒരുപാട് എൻ്റെ ശബ്ദം കേട്ടു, പക്ഷേ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ദൈവശബ്ദം കേൾക്കുന്നവനെ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയത്തുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്നവനെ മറ്റൊരുവനെ നന്മയിലേക്ക് നടത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്നവനെ ഒരുവനെ ആ നിത്യതയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്നവനെ യഥാർത്ഥ പ്രവാചകനാകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അനേക പ്രവാചകന്മാരുണ്ട്, അതിൽ പലതും ഇന്ന് യഥാർത്ഥ പ്രവാചകന്മാരല്ല എന്നുള്ളതാണ് സത്യം. ആമേൻ. പഴയ നിയമ പുസ്തകങ്ങളിൽ കണ്ട ആദിമ അപ്പോസ്തലിക കാലഘട്ടങ്ങൾ കഴിഞ്ഞ ആമേൻ ഉണർവിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ട അനേക സത്യപ്രവാചകന്മാരെ പോലുള്ള പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് ഈ ദിവസം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അണുവിട വ്യത്യാസമില്ലാതെ ദൈവശബ്ദം കേട്ട് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ചില ദൈവിക പ്രവാചകന്മാർ. സ്തോത്രം. നാഥാൻ പ്രവാചകനെ പോലുള്ള പ്രവാചകന്മാർ, യേശയ്യാവിനെ പോലുള്ള പ്രവാചകന്മാർ കർത്താവ് ഈ ദിവസങ്ങളിൽ അന്ത്യകാലഘട്ടങ്ങളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രവചന ദൂതുകൾ, യഥാർത്ഥത്തിലുള്ള പ്രവചന ദൂതുകൾ എന്നിലൂടെ കർത്താവെ പുറത്തു കൊണ്ടുവരണമേ. സ്തോത്രം. യേശു പറയുകയാണ്, അതിന്റെ 10 യോഹന്നാൻ സുവിശേഷം 10:26-27 വാക്യങ്ങളിൽ സർവശക്തനായ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ അല്ലവരാകയാൽ. നമ്മളെ പറ്റിയല്ല, പേടിക്കണ്ട. അത് ഫരിസയരെ പറ്റി, യേശുവിൽ വിശ്വസിക്കാത്തവരെ പറ്റിയാണ് പറഞ്ഞത്, യേശുവിനെ ഏറ്റെടുക്കാത്തവരെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ കൂട്ടത്തിൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ, യേശു പറയാം, എൻ്റെ ആടുകൾ കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശു പറയുകയാണ്, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ആട് ആയി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് കൊമ്പ് ഇല്ലാത്ത ആടുകളാണ്. ഗോട്ടുണ്ട്, ഷീപ്പുണ്ട്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ഷീപ്പിനെ പറ്റിയാണ്. കാരണം ഈ ഷീപ്പ് എപ്പോഴും വളരെ സാവധാനതയും വളരെ എളിമയുമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഷീപ്പിനുള്ളത്, ആടുകൾക്കുള്ളത്. ഈ കൊമ്പുള്ള ആടുണ്ട്, അത് വന്നിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ കുത്തും. ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള ആടുകൾ, മുട്ടാടുകളും കൂട്ടത്തിലുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള മുട്ടാടുകളെ പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മുട്ടാടിന് കേൾക്കാൻ പറ്റത്തില്ല. അവൻ ഇടയൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് കുത്തുകയും മറിക്കുകയൊക്കെ ചെയ്യുന്നതല്ലതാ. അങ്ങനെയുള്ള സ്വഭാവമല്ല യഥാർത്ഥത്തിൽ ആടിൻ്റെത്. അപ്പോൾ ഹാംലെസ് ആണ് ആട്. പല സിംഹത്തെ പോലെ ഇരുന്ന പലരെയും, പുലി പോലിരുന്ന ആള് പുലിയാന്ന് പറഞ്ഞ പലരെയും ആടാക്കി മാറ്റിയതാണ് ഈ ദൈവിക സുവിശേഷം. സ്തോത്രം. അപ്പോൾ ഇത് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ വലിയ പുലിയാണെന്നൊക്കെ വിചാരിച്ച, പക്ഷേ ദൈവം നമ്മളെല്ലാം ആടാക്കി മാറ്റി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആരാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന അനേകരെ കർത്താവ് വളരെ സൗമ്യനാരാക്കി മോശയെ പോലെ ആക്കി മാറ്റിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ആ ദൈവിക സ്നേഹം അവരുടെ ഉള്ളിൽ പകർന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ആടിന് പല പ്രത്യേകതകളും നമുക്ക് എല്ലാത്തിനും കടന്നു പോകാൻ സാധിക്കത്തില്ല. ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്, അല്ലേ? സ്തോത്രം. ആ ദൈവശബ്ദം കേൾക്കുമ്പോൾ താല്പര്യമുണ്ട്.
നമുക്ക് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി ചിന്തിച്ചാൽ കേൾക്കുന്ന പലരുടെയും അങ്ങനെ ആയിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ദൈവശബ്ദം എല്ലാ ദിവസവും ഒന്ന് കേൾക്കുവാൻ, ഇമ്പമാർന്നൊരു ശബ്ദം കേൾക്കുവാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, റേമയായിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിരന്തരമായി കേൾക്കുവാൻ സ്തോത്രം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഐ വോണ്ട് ടു ഹിയർ ഫ്രം യു എവറി ഡേ ലോർഡ്. ഞാൻ എഴുന്നേൽക്കുമ്പോഴും ഞാൻ കിടക്കുമ്പോഴും അങ്ങയുടെ ഒരു ഗൈഡൻസ് എൻ്റെ ജീവിതത്തിൽ വേണം. ദിസ് ഈസ് ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് ഇത് യേശുവിനാൽ നയിക്കപ്പെട്ട, യേശുവെന്ന ഇടയനാൽ നയിക്കപ്പെടുന്ന ആടായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച. കാരണം ഈ ആടിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പുലികളും സിംഹങ്ങളും ഒക്കെ ചുറ്റി നടപ്പുണ്ട്. ചെന്നായിയുടെ വേഷമിട്ട കടിച്ചു കീറുന്ന ചെന്നായികൾ ആടിന്റെ വേഷത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ഈ ദുരുപദേശകന്മാരെ പറ്റിയും കള്ളപ്രവാചകന്മാരെ പറ്റിയും ഒക്കെ തിരുവചനം യഥാർത്ഥത്തിൽ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. സ്തോത്രം. പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഇടയനുമായിട്ടുള്ള കൂട്ടുബന്ധം വേണം. സ്തോത്രം. അപ്പൊ നമുക്ക് ഇന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ അറിയേണ്ടതുപോലെ അറിയുവാൻ കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം. ഈ ദാവീദ് നല്ല ഇടയനായിരുന്നു, മോശ നല്ലൊരു ഇടയനായിരുന്നു. അവരുടെ ഇടയനായിരുന്നോ എന്ന് നോക്കി അവരെ ടെസ്റ്റ് ചെയ്തിട്ടാണ് രാജ്യത്തെ മേൽപ്പിച്ച് രാജാവാക്കിയത്, മോശയെ അഭിഷക്തനാക്കിയത്. അധികാര ശുശ്രൂഷക അത്ഭുതങ്ങൾ മോശയുടെ കരങ്ങളുടെ ദൈവം ചെയ്തത് ആടുകളെ കരങ്ങളെ കൊടുത്തിട്ടാ. അപ്പൊ ആടുകളും ഇടയനുമായിട്ട് ഒരു കൂട്ടം ആടുകളെ നയിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്ന് നോക്കി ദൈവം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വാരങ്ങൾ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ദാവീദ് ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. ദാവീദും ദൈവവുമായിട്ടൊരു കൂട്ടുബന്ധം മുന്നമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമേൻ, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ദൈവം കൂടെ ഇരിക്കുന്ന അനുഭവം, ദൈവമായിട്ട് നിരന്തരമായൊരു കൂട്ടുബന്ധം, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എത്ര പേർക്ക് ആശ്വാസമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മജനെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആരുമില്ലെന്ന് ചിന്തിക്കരുത്. ദൈവം കുഞ്ഞെ, സഹോദര സഹോദരി, പിതാവേ മാതാവേ, അങ്കിളെ ആൻറ്റിയെ, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, എൻ്റെ ആ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ആ കർത്താവിന്റെ സാന്നിധ്യമാണ് എന്നെ ഇന്ന് ആശ്വസിപ്പിക്കുന്നത്. സ്തോത്രം. ആ ദൈവം ഇടയനും ആടുമായിട്ടുള്ള കൂട്ടുബന്ധം ാണ് നമ്മള് വചനത്തിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത്. ആ ആട്, മുമ്പൊക്കെ ചിലരൊക്കെ കണ്ടു കാണും, ഒരു കൂട്ടം ആടുകൾ ചെതറി നിൽക്കുന്ന ഓരോ കൂട്ടം ആടുകളുണ്ട്, ഓരോ ഇടയന്മാർക്ക് ആടുകളുണ്ട്. അത് ആടുകളുമായി അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് താറാവും കോഴിയൊക്കെയാണ്, പക്ഷെ ഇവിടെ ഒന്നും ആടുകൾ കുറവാണ്. എന്നാൽ പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രദേശങ്ങളിൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കാണാം, അവിടെ ഒരുപാട് ആടുകൾ ഇങ്ങനെ ഒരുമിച്ച് മേയുന്നുണ്ടായിരിക്കും. പക്ഷെ പല ഇടയന്മാരും അപ്പുറത്തിരുന്ന് ചിലർ ഉറങ്ങുന്നുണ്ടായിരിക്കാം, ചിലർ പക്ഷേ ഈ ആടുകളോട് സ്നേഹമുള്ള യഥാർത്ഥത്തിൽ നല്ല ഇടയനാണെങ്കിൽ ആടുകൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ അതിനുശേഷം രാത്രി സമയമാകുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൊരു ശബ്ദം പുറപ്പെടുവിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആടുകളുടെ ഇടയിൽ നിന്നും ഒരു പക്ഷെ 10 ആടായിരിക്കാം അല്ലെങ്കിൽ 100 ആടായിരിക്കാം, ഈ ഇടയന്റെ അടുക്കിലേക്ക് ഈ ശബ്ദം കേൾക്കും. ഇവർ മാത്രമേ വരത്തുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ആ ഇടയനുമായിട്ടുള്ള കൂട്ടുബന്ധമുള്ള ആടുകൾ ആ ശബ്ദം എപ്പോഴും കേൾക്കുമ്പോൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേൾക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ ആടുകൾ മാത്രമേ ഉള്ളായിരിക്കും. കാരണം അവർക്കത് പരിചയമായൊരു ശബ്ദമാണ് ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ. അപ്പൊ ഈ ശബ്ദം ഞാൻ പറയുന്ന എൻ്റെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തെ പറ്റിയല്ല പറയുന്നത്, ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ദൈവമാണ് എന്നോട് ഇടപെടുന്നത്. ശബ്ദത്തിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആയിരിക്കാം. അത് ദൈവമാണ് എന്ന് തിരിച്ചറിയണം. ഫസ്റ്റിംഗ്. അപ്പൊ അതാണ് ദൈവശബ്ദം. ദാറ്റ്സ് ദ വോയിസ് ഓഫ് ഗാഡ്. കർത്താവ് നമ്മളെ എല്ലാ ദിവസവും നമ്മുടെ കൂടെ നടന്ന് നമ്മളെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, അത് കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ആയിരിക്കുമ്പോൾ ആ ഇടയനുമായിട്ട് നമുക്ക് ഒരു വ്യക്തിപരമായ അനുദിന കൂട്ടുബന്ധം വേണം.
അന്നുണ്ടായിരുന്ന ശിഷ്യന്മാര് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തു 2023 വർഷത്തിന് മുമ്പ് യേശു വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കാരണം നമുക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും യേശുവിനടുക്കെ പോയി പറഞ്ഞാൽ മതി. കർത്താവ് ഇന്ന കാര്യത്തിന് എന്ത് തീരുമാനം എടുക്കുന്നു വെച്ചാൽ യേശു ആമേൻ എക്സാക്ട്ലി പറഞ്ഞു തരും. അല്ലേ? അങ്ങനെ ഞാനെങ്കിൽ മനോഭാവനയിൽ കാണുകയാണ്. അത്ര അടുത്തൊരു കൂട്ടുബന്ധമുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ, ചില തെറ്റായ തീരുമാനങ്ങൾ ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുമ്പോൾ കർത്താവ് പറഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യു ക്യാൻ 100% ബിലീവ്. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് പല ശബ്ദങ്ങൾ കേട്ട് വന്നുപോയ ആമേൻ പല അപജയങ്ങൾ, അല്ലെങ്കിൽ ശത്രുവിന്റെ ഏറ്റവും വലിയൊരു കെണിയാണിത്. ദൈവശബ്ദമാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ പലതരത്തിലുള്ള വഴികളിലേക്ക് തിരിച്ചുവിടുന്ന അനുഭവം. അപ്പോൾ നമ്മൾ ചെന്നെത്തേണ്ട മണ്ഡലങ്ങളിൽ വളരെ സുഖകരമായിട്ട് എന്ന് പൂർണ്ണമായിട്ടും പറയത്തില്ലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ, പക്ഷേ ഈ വടുവു യാത്രയിൽ പോയ ജനത്തിന് ഒരു ദിവസം പോലും ദൈവം ബുദ്ധിമുട്ട് കൊടുത്തില്ല. അവർക്ക് വേണ്ടുന്നതിനെ ദൈവം ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അനാവശ്യം ചോദിച്ചപ്പോഴാണ് ദൈവത്തിന് ഇഷ്ടപ്പെടായിരുന്നത്. ആഗ്രഹങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കാടപ്പക്ഷിയെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം അവരോട് കോപിച്ചത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തിന് കോപം വന്നത്. അല്ലാതെ ഇനിയിപ്പോൾ രാവിലെ മന്ന കിട്ടാതെ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടുന്നത് കൊടുത്തതേ ഉള്ളൂ. സ്തോത്രം. അടുത്ത ദിവസം പുതിയത് തന്നെ കർത്താവ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇന്ന് കർത്താവിനോട് ചേർന്നിരിക്കും. നമുക്ക് ഈ ദിവസങ്ങൾ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. ദൈവം നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് ചില വിഷയങ്ങൾ ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ ചില ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില കഷ്ടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം അറിഞ്ഞു തരുന്നുണ്ട്. വഴിതെറ്റിപ്പോയെന്ന് വന്നുപോയ അല്ലെങ്കിൽ തെറ്റുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് പോയി കുടുങ്ങിക്കഴിയുമ്പോൾ അനേകർ ഓടി വന്ന് ദൈവസന്നിധി വീഴുകയാണ്. വന്നിട്ട് പറയും, കർത്താവെ എന്നെ ഒന്ന് വിടുവിക്കണം. ആ വിടുതൽ കർത്താവ് സമയമാകും കൊടുക്കും ദൈവസന്നിധി വന്നാൽ. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇന്ന് വിശ്വാസം പറയാം, എന്നെ വിടുവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവസന്നിധി വന്നിട്ട് എന്നെ കൈവിടുന്ന ദൈവത്തെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. നിങ്ങൾ യേശുവിൻ്റെ ആടാണെങ്കിൽ 100 ആടിനെ വിട്ടിട്ട് 99 വിട്ടിട്ട് ഒന്നിനു വേണ്ടി പോകും. കാരണം എന്നാന്ന് വെച്ചാൽ കർത്താവിനറിയാം ഈ 99 പോകത്തില്ലെന്നുള്ളത്. സ്തോത്രം. കാരണം ഈ ഒന്നിനെ മടക്കി കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ശിക്ഷണം കൊടുത്ത് ഒന്ന് വളർത്തണ്ടേ. ഇത് എന്ന് ഈ തെറ്റിപ്പോകുന്ന അനുഭവത്തിൽ നിന്ന് മാറണ്ടേ. അപ്പോൾ ചില കഷ്ടങ്ങളൊക്കെ ദൈവം, ചില മുറിവുകളൊക്കെ കർത്താവ് നമുക്ക് വരുമ്പോൾ ആ മുറിവിനെ കെട്ടി തന്റെ മാർവോട് ചേർത്ത് പിടിച്ച് തന്റെ തോളിലെടുത്ത് ആ മുറിവിനെ ചികിത്സിച്ച് അതിന്റെ ചതവുകളെ മാറ്റി ആ നല്ല ഇടയൻ നല്ല വൈദ്യനായി വെളിപ്പെട്ട് ചില സൗഖ്യങ്ങളെ കഥ പകർന്ന് മാനസികമായി ഏറ്റ മുറിവുകളെ സൗഖ്യമാക്കി. സ്തോത്രം. പൈശാചികമായ കെട്ടുകളെ അഴിച്ചു മാറ്റി കർത്താവ് അതിനെ തിരികെ കൊണ്ടുവരികയാണ്. പക്ഷെ ഈ കാരണം 99 പറ്റി പലരും പറയും, എങ്ങനെ ഈ 99 വിട്ടിട്ട് പോകുന്നത്? 99 വിട്ടിട്ട് ധൈര്യമായിട്ട് പോകാം. കാരണം അതെങ്ങോട്ടും പോകത്തില്ല. അതിനറിയാം ഇടയൻ ആരാണെന്നുള്ളത്. സ്തോത്രം. ഈ ദിവസങ്ങളിലും നമുക്ക് കാരണം ഈ ഇടയനുമായിട്ട് കൂട്ടുബന്ധമുണ്ട്. കൺസിസ്റ്റന്റ്ലി ഇടയനെ വ്യക്തമായിട്ട് അറിഞ്ഞവരാ. ഇടയന്റെ സ്വഭാവം എന്താണെന്നറിയാം. ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഇടയനാണെന്നറിയാം. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ത്യാഗമായി കൊടുക്കുവാൻ തയ്യാറാകുന്ന അത്ര സ്നേഹനിധിയായ ഒരു നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്, എൻ്റെ കർത്താവ്, നിങ്ങളുടെ കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. അപ്പോൾ ആ യേശുവിനെ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. അപ്പോൾ ആ യേശുവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ വ്യക്തിപരമായ ഒരു ദൈനംദിന കൂട്ടുബന്ധമുണ്ടെങ്കിൽ, ഇത് പലരും വളരെ ബിസിയാണ്. ബിസി ആയിട്ടുള്ള സമയം നമ്മൾ പലപ്പോഴും മുമ്പ് പറയാറുള്ള കാര്യം. ബിസിയുടെ ഫുൾ ഫോമും പലർക്കും അറിയാം. ബി അണ്ടർ ദ സൈറ്റൻസ് യോക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹായ് കർത്താവേ ഹായ്, ഞാൻ പോവുകയാണ്, എൻ്റെ കാര്യങ്ങൾ നടത്തിക്കണം, ബായ് എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോവുകയാണ്.
തിരികെ വരുമ്പോൾ അതെ ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ക്ഷീണം കൊണ്ട് ആ കട്ടിലയിലേക്ക് ഇരുന്നിട്ട് ആമേൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയും ഇതാ മത്തായി മലക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ എല്ലാം നടത്തുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന അല്ല കർത്താവുമായിട്ട് ആ കൂട്ടുബന്ധം. ഒരു സൺഡേയിൽ ഒരു ഞായറാഴ്ച ദിവസമോ ഒരു വെള്ളിയാഴ്ച ദിവസമോ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ ആമേൻ ദൈവസന്നിധിയിൽ വന്നിട്ട് ആമേൻ പിന്നെ കാണുന്ന അടുത്ത ആമേൻ സൺഡേ ആണ് നിങ്ങളുടെ കൂട്ടുബന്ധങ്ങളിലെങ്കിൽ നിങ്ങൾക്ക് ഇടയനുമായിട്ട് പലപ്പോഴും ബന്ധം നഷ്ടപ്പെട്ടു പോകും. അതെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങൾ ചില സമയങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണോ? ആമേൻ. ഈ ദിവസങ്ങളിൽ വചന ധ്യാനത്തിന് വേണ്ടി ചില സമയങ്ങൾ ആമേൻ, ഈ ദിവസങ്ങളിൽ ഉറക്കം ചിലതൊക്കെ ആമേൻ വിട്ടുകൊടുക്കേണ്ട മണ്ഡലങ്ങളിൽ ചില സമയങ്ങളെ മാറ്റി ഈ ദിവസങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അതേ, ഒരു ദൈവദാസൻ പറഞ്ഞത് നമുക്കറിയാം, മാർട്ടിൻ ലൂതറാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഐ വാസ് സോ ബിസി I was so busy that I made sure that I prayed for 3 hours. ഞാൻ വളരെ ബിസിയായിട്ട് ദിവസമായിട്ട് 2 മണിക്കൂർ ഞാൻ മുന്നമേ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാരണം 1 മണിക്കൂറേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷേ എത്രയധികം ആ ഇടയനുമായിട്ട് നിങ്ങളുടെ കൂട്ടുബന്ധം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ മല പോലെയുള്ള വിഷയങ്ങളാലും മഹാപർവ്വതമായ വിഷയമാണെങ്കിലും അതിനെ മറികടക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തിയും ദൈവിക ആലോചനകളും ദൈവസന്നിധി ഇരിക്കുന്നവന് വെളിപ്പെടും. അതേ, പല രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുവാൻ തക്കവണ്ണയാകും. ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനവധി പേരെ എനിക്കറിയാം. പൈശാചിക മണ്ഡലം പലയിടങ്ങളിലായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ആമേൻ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന പലരെയും ആമേൻ സ്തോത്രം പലപ്പോഴും പ്രാർത്ഥനകളിൽ നിന്ന് തടയുവാൻ ആമേൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം പ്രാർത്ഥിക്കുന്നവനെ പൈശാചിക മണ്ഡലത്തിന് ഭയമാണ്. സ്തോത്രം. വചനം പഠിച്ച ഡോക്ടറേറ്റ് എടുത്തവനെ ഭയമില്ല. സ്തോത്രം. വിശുദ്ധനെയാണ് ഏറ്റവും ഭയം. സ്തോത്രം. അഭിഷക്തനേക്കാളും ഭയമാണ് വിശുദ്ധനെ. പ്രാർത്ഥിക്കുന്നവനെ ആമേൻ അത് കഴിഞ്ഞിട്ടേ ഭയമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധനെ തകർക്കുവാൻ പൈശാചികമുള്ളത് സാധിക്കത്തില്ല. ആമേൻ. പക്ഷെ പ്രാർത്ഥിക്കുന്നതിനെ കാണുമ്പോൾ സ്വർഗം വിറയ്ക്കും. The one is on his knees. ആമേൻ. The hell will shiver എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവം ഏതെങ്കിലും രീതി ഇടപെടും. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ആരെങ്കിലും വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോഴായിരിക്കാം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന്. അനവധി പേര് നമ്മളെ തന്നെ വ്യക്തിപരമായ പല സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ചിലപ്പം വായിക്കുന്ന വചനവുമായിട്ടുള്ള പൊരുത്തം ഇല്ലെങ്കിൽ ദൈവശബ്ദം പലപ്പോഴും കേൾക്കാൻ കഴിയത്തില്ല. വചനം വായിക്കാൻ സമ്മതിക്കത്തില്ല. വചനം നമ്മൾ നിരന്തരമായി ധ്യാനിക്കുന്നവരാണെങ്കിൽ, വചന ഹൃദയപ്പലകൾ എഴുതാൻ തുടങ്ങിയവരാണെങ്കിൽ ദൈവം പലപ്പോഴും ആവശ്യഘട്ടങ്ങളിൽ, ആപൽഘട്ടങ്ങളിൽ, പലപ്പോഴും ഏകാന്തതകളിൽ, പലപ്പോഴും ശൂന്യതയുടെ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വചനമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടും. അതിന് ദൈവത്തിൻ്റെ ശബ്ദമാണത്. അതിന് ഈ ശബ്ദവുമായിട്ട് ഈ വചനമായി യേശു പറഞ്ഞു, ഞാൻ വചനം ജഡമായി തീർന്നാണ് യേശു. അപ്പോൾ വചനം ദൈവം വചനം ആണ്. യേശു കർത്താവ് ജഡമായി തീർന്നു. വചനം ജഡമായി യേശു തീരുമ്പോൾ ആ യേശു അതേ ഒരു നല്ല ഇടയനായി ആമേൻ അവിടെ മാറുകയാണ്. സ്തോത്രം. അപ്പോൾ വചനത്തിലൂടെ ഇടയൻ ഇടപെടുന്നു. ഈ വചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവം ഇടപെടുകയാണ്. യേശു പറഞ്ഞു, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ആമേൻ. മത്തായി സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു ദൈവിക വാഗ്ദത്തമാണ്. ആമേൻ. ലോകത്തിന്റെ അവസാനത്ത് അപ്പോൾ മഹാഇടയനായ യേശു ഈ ദിവസങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഇടയൻ ഒരിക്കലും നമ്മളെ കൈ വിട്ടിട്ട് പോകത്തില്ല. എല്ലാ നാളും അതെ, മത്തായി സുവിശേഷം 22-ാം വാക്യം സമയം ഉണ്ടെങ്കിൽ പിന്നെ വായിച്ചാൽ മതി. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആരാണ് കൂടെയുള്ളത്? സർവശക്തനായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തു, മഹായിടയനായ യേശു. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മഹായിടയനായ യേശു എന്നാണ്, അല്ലേ? എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നമുക്കത് വായിക്കുവാൻ കഴിയും. 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹെബ്രായക്കാർക്ക് ലേഖനം 13:20 പറയുന്നു, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഇതേ യേശു വലിയ ഇടയനാണ്, മഹായിടയനാണ്. അപ്പോൾ പത്രോസ് ദൈവസഭയോ ദൈവസഭയോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന പാസ്റ്റർമാരെന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ
എന്ന് പറയുന്ന ഇന്ന് അവരോട് പറയുന്നത് പാസ്റ്ററൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആടുപേടേനും പോലുള്ള ശുശ്രൂഷയാണ്. ഓരോ ആടുകളെയും ആ സഭയിലെ ദൈവദാസന് അറിയണം. അതിപ്പം 1000 പേരുള്ള സഭയാണെങ്കിൽ അറിയണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ദൈവദാസന്മാർക്ക് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഓരോരുത്തരെ പറ്റിയും വ്യക്തമായി അറിയുന്ന, അത് മാത്രമല്ല ഈ ദൈവത്തിന്റെ ശബ്ദം ഒരുവനെ കേൾപ്പിക്കുവാൻ കഴിയുന്നത് ആമേൻ പുറത്തുനിന്ന് വരുന്ന ഒരു പ്രവാചകനേക്കാളും കൂടുതൽ, സ്തോത്രം, പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിയെക്കാളും കൂടുതൽ ഈ ആടുകളുമായിട്ട് കൂട്ടുബന്ധമുള്ള ഈ ഇടയന് മാത്രമേ സാധിക്കൂ. യഥാർത്ഥത്തിലുള്ള ഇടയനാണെങ്കിൽ അതിനകത്തുള്ള ആടുകളെ പറ്റി വ്യക്തിപരമായി ദൈവം നിങ്ങൾ ഇടപെട്ടിരിക്കും. സ്തോത്രം. അത് നിങ്ങളുടെ ആടാണെങ്കിൽ വേറെ വല്ല ആടിനെയൊക്കെ പിടിച്ച് അതിനകത്ത് സഭയ്ക്കകത്ത് കൊണ്ടുവരരുത്. ആട് മോഷണം നിർത്തണം. അപ്പോൾ സ്തോത്രം, ഏൽപ്പിച്ച ആടുകളെ ഈ ദിവസങ്ങൾ പരിപാലിക്കുവാനാണ് ദൈവം ഏൽപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് വളരെ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു വേദനയാണ് യഥാർത്ഥത്തിലുള്ള ഇടയന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപാട് നല്ല ദൈവദാസന്മാരുണ്ട്. അതുകൊണ്ട് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3:15 ദൈവം പറയുകയാണ്, എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. അതൊരു ഭാഗ്യമാണ്. സ്തോത്രം. അവർ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ അവർ തന്റെ ജനത്തെ മേയിക്കും. അതുകൊണ്ട് ദൈവം ഉപയോഗിക്കുന്നത് മഹായിടന യേശുവിലൂടെ അന്ത്യകാലങ്ങൾ ദൈവം സംസാരിക്കും. പക്ഷെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്തുള്ള ആടുകളോട് നിരന്തരമായി ഇടപെടും. സ്തോത്രം. അത് അവരെ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന ആയിട്ടുള്ള എക്സോട്ടേഷൻ കൊടുക്കുക മാത്രമല്ല, ദൈവം അവരെ വേണ്ടത് ശാസിക്കുകയും അവരെ വേണ്ട രീതിയിലുള്ള വഴികൾ നടത്തുകയും തക്കവണ്ണം ഇടയാകുന്ന നല്ല ഇടയന്മാരെ ആണ് ദൈവം കാണുന്നത്. അപ്പോൾ തെറ്റായ വഴികളുടെ നടത്താതെ വിശുദ്ധിയിലും വേർപാടിലും ഒരു ദൈവസഭയെ നടത്തുവാൻ മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന നല്ല ഇടയന്മാരെ കർത്താവ് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ദൈവദാസന്മാർക്ക് പ്രത്യേകമായ ഒരു പ്രതിഫലമുണ്ട്. അത് ദൈവദാസന്മാർക്ക് മാത്രമുള്ളതാണെന്ന് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. തേജസ്സിന്റെ വാടാത്ത കിരീടം, അത് കർത്താവ് അത്ര എളുപ്പമുള്ള ഒരു പണി, ഒരു ജോലിയല്ല ഇത്. പക്ഷേ ആമേൻ, ദൈവം ഈ ദിവസങ്ങൾ അതിനെ ശ്രേഷ്ഠതയോടെ, മാന്യതയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, നിർബന്ധത്താലല്ല. അവിടെ 1 പത്രോസ് നിങ്ങളുടെ വിചാരണയുള്ള ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ആടിന്റെ പാൽ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമല്ല, ആടിനെ കൊന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല, ഇതമാമെണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകളായിക്കൊണ്ട് നിങ്ങൾ അധ്യക്ഷത ചെയ്യുവാൻ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ എന്നും നമ്മുടെ കൂടെ മഹാ ഇടയനുണ്ട്. മഹാ ഇടയന്റെ കീഴിലുള്ള അനേക ഇടയന്മാരെ യഥാർത്ഥ ഇടയന്മാരിലൂടെയാണ് ദൈവം എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ അച്ഛന്മാരുണ്ട്, സ്തോത്രം. പക്ഷെ അത് ദൈവവചന പ്രകാരം പുരോഹിതന്മാരെ ശുശ്രൂഷ കഴിഞ്ഞിരിക്കുന്നു. അവരെ മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അവരുടെ മേലും ഇടയ ശുശ്രൂഷ കിടക്കുന്നുണ്ട്. പക്ഷെ അവരെ ഇടയന്മാരെന്ന് ഇനി വിളിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ സുവിശേഷ പേരിൽ അനവധി ദൈവഭക്തന്മാരുണ്ട്. പക്ഷേ ഇന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞു, പുരോഹിത ശുശ്രൂഷ കഴിഞ്ഞു. സഭയിലെ നെടുംതൂണായിരിക്കുന്ന 5 തൂണുകൾക്കുള്ളിൽ പ്രവാചകനുണ്ട്. ബിഷപ്പ് എന്ന് വേണേൽ പറയാം, കുഴപ്പമില്ല. പുതിയ നിയമത്തിൽ ബിഷപ്പിന്റെ പേരുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, നിങ്ങൾ രാജകീയ പൗരോഹിത്യ വംശമാണ്. അത്ഭുത പ്രകാശം, ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ. ആമേൻ. ദൈവ സഭയിലുള്ള ഓരോ വ്യക്തിയെയും ദൈവം പുരോഹിത ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. പക്ഷേ മറ്റ് 5 ഓഫീസ് വ്യക്തിപരമായി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് ബൈബിൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ദൈവം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. അപ്പോൾ ഇടയൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒറ്റയാട് പോലും പോകത്തില്ല. സ്തോത്രം. അതിൻ്റെ സിംഹമോ കരടിയോ പിടിച്ചുകൊണ്ട് പോയാൽ അതിൻ്റെ പിന്നാലെ ചെന്ന് ആ സിംഹത്തിനെ വായെ വലിച്ചു കീറി അതിനകത്ത് ആടിനെ പുറത്തു കൊണ്ടിരുന്ന ഒരു ദാവീദിനെയാണ് ദൈവം, സ്തോത്രം, ഒരു രാജാവായി അഭിഷേകം ചെയ്തത്. സ്തോത്രം. അപ്പോൾ പൈശാചിക മണ്ഡലങ്ങളെ ഭയപ്പെടുന്നവനല്ല, സ്തോത്രം, ഒരു ഇടയൻ. പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാനുള്ള ദൈവിക കരുത്തും ദൈവിക ശക്തിയും ദൈവിക അഭിഷേകവും ദൈവിക അധികാരവും പകരപ്പെട്ടവരാണ് ഇടയന്മാർ. സ്തോത്രം. അപ്പോൾ ഇടയന്മാരിലൂടെയാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് പലരും പാസ്റ്റർമാരെ കളിയാക്കുന്നുണ്ടോ? അത് കാരണം യഥാർത്ഥത്തിൽ ഇടയന്മാർ പലരും ഇല്ല. ആമേൻ. അല്ലത് യഥാർത്ഥത്തിൽ ഇടയനാണെങ്കിൽ ആമേൻ അതിൻ്റെതായ ക്വാളിറ്റീസ് സമയമുള്ളപ്പോൾ ആമേൻ ദൈവനം വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാകും. ബൈബിൾ സ്കൂളിൽ പോയതുകൊണ്ട് മാത്രം പോരാ. ഹല്ലേലൂയ, എല്ലാം നല്ലതാണ്. പക്ഷേ ദൈവമാകുന്ന ഇടയന്മാരാക്കി ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ദൈവ ശബ്ദം കേൾപ്പിക്കണം, ദൈവം അവരോട് സംസാരിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവശബ്ദത്തിന് സമർപ്പിക്കുവാനും അതിനെ ഏറ്റവും എല്ലാ ശബ്ദങ്ങളേക്കും, അതുകൊണ്ടാണ് പത്രോസിനെ പറ്റി നമ്മൾ പത്രോസിനെ യേശുക്രിസ്തു ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നിന്റെ വാക്കിന്റെ മുമ്പിൽ ഞാൻ വലയിറക്കാം എന്ന് പത്രോസ് പറയുന്നുണ്ട്. കാരണം ആ ശബ്ദത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. ദൈവം എന്ത് പറഞ്ഞാലും അത് ചെയ്യുവാൻ തയ്യാറാണ് നിങ്ങൾ. അങ്ങനെയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുക. പല പ്രാവശ്യം കേട്ടു, ഇന്നും അതിനെ അവഗണിച്ചുകൊണ്ട് ആമേൻ അതിനൊരു വിലയും കൊടുക്കാതെ ഗണ്യമാക്കുക ദൈവദാസന്മാരുടെ പ്രവാചകന്മാരുടെ ദൈവ ശബ്ദത്തിൽ പലയിടങ്ങളിലൂടെ സംസാരിച്ചിട്ടും ആമേൻ കേട്ട വചനം അതിന് ഒരു വിലയും കൊടുക്കാതെ ഈ ദിവസങ്ങൾ കടന്നുപോയവരാണെങ്കിൽ ഒരുപക്ഷെ ദൈവം നിങ്ങളോട് സംസാരിക്കില്ല പിന്നീട്. സ്തോത്രം. ആമേൻ. നിങ്ങൾ ദൈവത്തിന് അടുക്കൽ മടങ്ങി വരേണ്ടി വരും. സ്തോത്രം. ദൈവത്തിന്റെ കരം പലർക്കും ഭാരമായി തീരുവാനിടയാകും. പക്ഷേ ദൈവത്തിന് ഉറപ്പുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന്. ആമേൻ. എന്ത് ശബ്ദം എന്ത് പറഞ്ഞാലും കേൾക്കുവാൻ തയ്യാറാണെന്ന് അറിയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? God wants to speak to you. Open your heart for Jesus Christ. യേശുവുമായിട്ടൊരു കൂട്ടുവന്ന് മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. യേശുവിന്റെ കാൽപാദ പീഠത്തെങ്കിൽ വന്നിരിക്കുന്നതിന് മറിയ. കാരണം ആ ശബ്ദം കേൾക്കുവാൻ അവൾ എപ്പോഴും ആഗ്രഹിച്ചു. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ കാൽപാദ പീഠത്തിൽ കർത്താവുമായിട്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ചെലവഴിക്കുവാനും തയ്യാറാകുന്നവരോടാണ് ദൈവം സംസാരിക്കാൻ പോകുന്നത്. നിരന്തരമായി ദൈവം നിങ്ങളോട് ഇടപെടും. നിങ്ങളുടെ വഴിയാത്ര ആമേൻ ബഹുദൂരമാണെങ്കിലും ഏലിയാവേ നിങ്ങൾ തകരുകയില്ല. തൂരച്ചയുടെ ചോട്ടിൽ പോയി ഇരിക്കുവാൻ ഏലിയാവിനെ ദൈവം കണ്ടത്. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് ഹോരേബിൻ ഉന്നതങ്ങളിൽ പോയി ദൈവവുമായിട്ട് അല്പസമയം ചെലവഴിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളെ ഞാൻ നൽകും. ആഖോറിന്റെ താഴ്വര, ശാപത്തിന്റെ താഴ്വരകളെ ഞാൻ ഈ ദിവസം അനുഗ്രഹത്തിന് താഴ്വരകളാക്കി ഞാൻ മാറ്റും എന്ന് തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ദൈവവുമായിട്ട് വ്യക്തിപരമായി ആമീൻ ഏകാന്തതകളിൽ സമയം ചെലവഴിക്കാൻ സഹോദരി ഈ ദിവസങ്ങൾ നമുക്ക് തയ്യാറാകാം. God wants to speak to us in alone. ആമീൻ. ആൾക്കൂട്ടത്തിലല്ല ദൈവം സംസാരിക്കുന്നത്. എന്റെ ഏകാന്തതയിൽ കർത്താവിന്റെ കാൽപാദം എഴുതി ഞാനും യേശുവുമായി ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ആമേൻ പിതാവ് പുത്രനിലൂടെയാണ് എന്നോട് അന്ത്യകാലങ്ങളിൽ പുത്രനിലൂടെ സംസാരിക്കും. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരു പ്രവാചകനോ ഒരു ഒരു പുരോഹിതനോ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ യേശു ആമേൻ പറഞ്ഞു എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ. എവിടെയാ? ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം, യേശുവിന്റെ സാന്നിധ്യം. പക്ഷേ ആ കഥാവ് യേശു പറഞ്ഞു എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാനൊരു പാരക്ലിറ്റസ് ആമേൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. സ്തോത്രം. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കും. ആ സഹായകനാണ് അവൻ നമ്മുടെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് ദൈവസഭയുടെ അധ്യക്ഷത. ദൈവത്തിന്റെ ആമേൻ സഭയെ നയിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിറയുവാൻ തയ്യാറാണോ? യെസ്. ഈ ദിവസങ്ങളിലും ആ ശക്തി ഈ ദിവസങ്ങൾ എൻ്റെ മേലൊന്ന് പകരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആമേൻ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ നിറവിൽ നിന്ന് എവിടെയോ ഒരു കുറവ് വന്നിട്ടുണ്ട്. അവിടെ യെസ് ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വന്തം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ ആമേൻ മക്കളാകുന്നു. റോമർക്കെതിരെ ലേഖനം 8:14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് പ്രവചിക്കും, പിന്നെ പരിശുദ്ധാത്മാവ് പോകും. ആമേൻ. പലപ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ആത്മാവിൽ ദൈവത്തെ ഒറ്റയ്ക്കിരുന്നാണെങ്കിലും
ആരാധിക്കാം. സഭയിൽ പോയിട്ട് മാത്രമേ ഞാൻ ആരാധിക്കുന്നു നിർബന്ധമൊന്നുമില്ല. എഫീഷ്യർക്ക് ലേഖനം 5:17 പറയുന്നു, ആമേൻ, ഒരു ദൈവശബ്ദം കേൾക്കണമോ? യു നീഡ് ദി എംപവർമെന്റ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായ യേശു തീർന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ യേശുവിനെ നടത്തുവാൻ തുടങ്ങിയത്. ആമേൻ, ഒരു ഉപവാസത്തിലേക്ക് യേശുവിനെ നടത്തിയത് പരിശുദ്ധാത്മാവാണ്. അവിടെ പറയുന്നു, ഈ ദിവസങ്ങളിൽ ഒരു ദൈവിക നടത്തിപ്പ് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 5:17 എഫീഷ്യർക്ക് ലേഖനം 5:17 പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ. ഇത് പലർക്കും അറിയാം, പക്ഷെ എന്നാലും അറിയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ട്, അവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ആമേൻ. അവിടെ പറയുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിയണമെങ്ങോ? എന്ത് ചെയ്യണം? എന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എപ്പോഴും നമുക്ക് പ്രവാചകനെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ, എന്നും നമുക്ക് പാസ്റ്ററെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ആമേൻ. ആമേൻ. ദേവദാസന്മാരും അവരുടേതായ പല കാര്യങ്ങളിലും ആമേൻ വ്യാപൃതരാകുമ്പോൾ നമ്മുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അവരോടെല്ലാം എപ്പോഴും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതല്ല, നിങ്ങൾക്കൊരു ഉറപ്പ് വേണമെങ്കിൽ നിങ്ങൾ പോയി കാര്യം ചോദിക്കുക, എനിക്കിങ്ങനെ ദൈവം സംസാരിച്ചു, എനിക്കിതിനെ പറ്റിയുള്ള വ്യക്തിപരമായി എന്താണ്. അപ്പോൾ പലപ്പോഴും രണ്ടുപേരുടെ സാക്ഷ്യം സത്യമായി മാറുന്നു. അവിടെ പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേൻ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ സ്തോത്രം 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 സ്തോത്രം. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേൻ. അപ്പോൾ വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. ചിലർ പറയും വീഞ്ഞ് കുടിക്കുന്നതിന് കുഴപ്പമില്ല, പൗലോസ് അപ്പോസ്തലൻ അല്പം വീഞ്ഞ് തിമോത്തിയോസിനോട് കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ ഇപ്പോൾ കിട്ടുന്ന ആൽക്കഹോള്, ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഈ ആൽക്കഹോളിന്റെ കാര്യമല്ല പറഞ്ഞത്. സ്വതന്ത്രം, അതിനെപ്പറ്റി ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ വീഞ്ഞ് കുടിച്ച് ആമേൻ കുടിച്ചാൽ പരിശുദ്ധാത്മാവെന്ന വീഞ്ഞ് ആമേൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുകയും ചെയ്യും. പതുക്കെ അത് കൂടി വരും. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എത്രയോ ശക്തമായൊരു വചനമാണത്. പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയൊരു വചനമാണിത്. ആമേൻ. അത് എത്രയോ കാര്യങ്ങൾ അതിനകത്ത് ആമേൻ അടങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് അത് ഒന്ന് വായിച്ച് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ധ്യാനിച്ചാൽ ആത്മീയ ഗീതങ്ങളായാലും തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ സംസാരിക്കുവാൻ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഒരു ആത്മീയ ആരാധനയായി പ്രാർത്ഥനകൾ മാറുവാൻ ഇടയാകുമ്പോൾ പൗലോസും സീലാസും സഭയിൽ പോയിട്ട് ഞങ്ങൾ ഞായറാഴ്ച പോയി ആരാധിക്കാന്നല്ല പറഞ്ഞത്. പൗലോസും സീലാസും പറഞ്ഞു, അർദ്ധരാത്രിയിൽ ആമേൻ മുറിവേറ്റവരായി കിടക്കുമ്പോൾ അവർ കിടക്കുന്നത് സഭാ ഹാളിനകത്തല്ല, അവർ കിടക്കുന്നത് അവരുടെ മുറികളിലല്ല, അവർ കിടക്കുന്നത് എവിടെയാണ്? കാരാഗൃഹത്തിനകത്ത് മുറിവേറ്റവരായി അർദ്ധപ്രാണരായി കിടക്കുന്ന അവർ രണ്ടുപേരും പറഞ്ഞു, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ദൈവം വഴി തുറക്കാൻ തുടങ്ങി, ദൈവം ചങ്ങല അഴിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങി. യേശു ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുവാനിടയായി. അതിനകത്ത് നിന്ന് കാരാഗൃഹ പ്രമാണി സ്നാനമേൽക്കുവാനും ഇടയായി. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളും അവിടെ നടക്കേണ്ടുന്ന ഒരു ദൈവപ്രവൃത്തി ആ കർത്താവിന്റെ ആത്മാവിൽ നിറയുവാൻ തയ്യാറായപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മീയ ശ്രവണങ്ങൾ നമുക്ക് തുറന്നു തരുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണോ സംസാരിക്കുന്നതെന്ന് വ്യക്തിപരമായി വെളിപ്പെടുത്തുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ ദിവസങ്ങളിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ ദിവസങ്ങൾ ദൈവശബ്ദം കേൾക്കണമോ? ഈ കർത്താവ് നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വന്നിട്ട് വചനത്തിൽ നിന്നും വിരമിക്കുവാൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ നമ്മളോട് ദൈവം സംസാരിക്കണമോ? പല രീതിയിൽ സംസാരിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കൺവിക്ഷനായി പരിശുദ്ധാത്മാവ് ഇടപെടും. നല്ലൊരു സമാധാനം, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യവും സമാധാനവും പരിശുദ്ധാത്മാവ് നൽകും. നമുക്കറിയാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം അത് പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണോ മറ്റ് സാന്നിധ്യം, ജഡത്തിൻ്റെ അല്ലെങ്കിൽ കാർണലായിട്ടുള്ള വേർഷിപ്പുണ്ട്, അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് മനസ്സിലാവും. അത് വിചാരിക്കും ഭയങ്കര നല്ല ആരാധന, പക്ഷേ ആ ആരാധനകൾ പലപ്പോഴും കഴിയുമ്പോൾ അവിടെ വെച്ച് അതിൽ കിട്ടുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് തീരുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തെ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുമ്പോൾ അതിൻ്റെ ശക്തി ദിവസങ്ങളോളം നിലനിൽക്കും.
സ്തോത്രം. പെട്രോൾ അടിച്ച് വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കുന്ന പോലെയാണ് ആ പെട്രോൾ. അവൻ ഒരു ബഹുദൂരം ഓടുവാനുള്ള ശക്തിയെ യഥാർത്ഥ ആരാധനയോടെ ദൈവം വെളിപ്പെടുത്തും. അപ്പോൾ ശമൂവേൽ പ്രവാചകനെ ദൈവം സംസാരിച്ചത് അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിട്ടല്ല, ദൈവം ഇടപെട്ടത്, ദൈവം സംസാരിച്ചത്. അവിടെ ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ദൈവത്തിന് ദർശനം ഏറെ ഇല്ലായിരുന്നൊരു കാലഘട്ടമാണ്. ദൈവത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു, ആരെങ്കിലോടെങ്കിലും എനിക്ക് ഇടപെടണം. അന്നൊരു ഒറ്റ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയത്തില്ല, കാരണം അത്രയ്ക്കും ദുഷ്ടത നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. സ്തോത്രം. ദൈവത്തിന് ആവശ്യം ഒരു ശിശുവിന്റെ മനോഭാവം ഉള്ളവനോട് ദൈവത്തിന് ഇടപെടാൻ സാധിക്കത്തുള്ളൂ. അതെ, ഏലിയോട് ദൈവം മുന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ പറയുന്നു ശമൂവേൽ ബാലനായിരുന്നു. ശമൂവേൽ ദൈവത്തിന് മുമ്പിൽ നിന്നിരുന്നു. പക്ഷേ ശമൂവേലിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ശമൂവേൽ ദൈവത്തെ യഹോവയെ സേവിച്ചുകൊണ്ടിരുന്നു ഏലിയുടെ മുമ്പിൽ. പക്ഷേ 1 ശമൂവേലിന്റെ പുസ്തകം 3:7 പറയുന്നു, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിരുന്നില്ല. നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുകയും ബുദ്ധി കൊണ്ടൊക്കെ പലതും പഠിച്ചിട്ട് ഉള്ളവരാണ് പലരും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയണം, ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ ഒരു ദൈവിക അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അദൃശ്യ ദൈവത്തെ കണ്ടതെന്ന പോലെയാണ് നിന്നെ. പക്ഷേ ആ വിശ്വാസത്തിൽ മോശയോട് ഈ അദൃശ്യ ദൈവം വ്യക്തിപരമായി വെളിപ്പെട്ടു. ഹി ഹാഡ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ഗാഡ്. അപ്പോൾ മുൾപ്പടപ്പിൽ കത്തുന്ന അഗ്നിസ്തംഭമായി, അല്ലെങ്കിൽ മുൾപ്പടപ്പ് കത്തിപ്പോകാതെ വെന്തുപോകാതെ വെളിപ്പെടുന്ന ദൈവ ശബ്ദം അതിനകത്ത് കേൾക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ at the end of the day you need a personal experience with God. ആരൊക്കെയോ പറഞ്ഞ കെട്ടുകഥകളല്ല ഇത്, ഇതൊരു സത്യമാണ്. ഇന്നും നമ്മുടെ കർത്താവ് നമ്മളോട് ഇടപെടുകയാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തെ വഴി നടത്തുവാൻ സദാ തൽപരനായി നിൽക്കുന്ന സർവശക്തനായ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായി തന്നെ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ, വഴിതെറ്റിപ്പോയവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ മടങ്ങി വരുവാൻ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒന്ന് സമർപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും. ഇടയൻ്റെ കോലിന്റെ കീഴിലാണ് ആടുകൾ കടന്നു പോകുന്നത്. സ്തോത്രം. അതിനെ എണ്ണും, എല്ലാ ദിവസവും എണ്ണും, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന്. യാക്കോബിന്റെ കാര്യങ്ങളുണ്ടായിരുന്ന വഴി, യാക്കോബും ഒരു ഇടയനായിരുന്നല്ലോ, നമുക്കറിയാം. സ്തോത്രം. അപ്പോൾ ആ വടിയും ദണ്ടും ഈ ദിവസങ്ങൾ നമുക്ക് ഉറപ്പേകും. നമ്മൾ എവിടെയെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ ഒരു അടി പറയുന്നു വരും. സ്തോത്രം. അത് ഇടയന്റെ കോല. എന്തിനാ? വഴിതെറ്റിപ്പോയാലെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളും മുൻപിൽ നടക്കുന്ന ഇടയനുണ്ട്. ആ ഇടയന്റെ പിന്നാലെ നമുക്ക് പോകാം. എൻ്റെ പിൻപിലും നടക്കുന്നൊരു ഇടയനുണ്ട്. ഞാൻ വഴിതെറ്റിപ്പോകാതെ ഇടയാകാതിരിക്കേണ്ടതിനായിട്ട്. ശമൂവേൽ ബാലൻ അന്ന് വരെ യഹോവയെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ശുശ്രൂഷിക്കാൻ അനവധി പേർ പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമുക്ക് ആവശ്യമുണ്ട്. കർത്താവുമായിട്ട് വചനവുമായിട്ടൊരു യഥാർത്ഥത്തിൽ കൂട്ടുബന്ധം നമുക്ക് ആവശ്യമുണ്ട്. വചനം ദുർലഭമായിരുന്നു. പക്ഷേ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവ ശബ്ദം ഒരു ശമൂവേലിനോട് ഇടപെട്ടപ്പോൾ, ദൈവത്തിന് ആവശ്യം ശിശുക്കളെ പോലെയുള്ളവരെയാണ്. ഇത് കർത്താവ് പറയുന്നു, ഗോഡ് സ്പീക്സ് ടു യു ഇഫ് യു ഹാവ് എ ഹാർട്ട് ഓഫ് ഒരു ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറിയില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ബുദ്ധിയെല്ലാം ഒന്ന് അബലമാക്കിയിട്ട് ഇന്ന് എത്ര വന്ന് കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സ്തോത്രം. ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ കർത്താവിനോട് ഇടപെടണമേ. കഴിഞ്ഞ നാളിൽ ഞാൻ കേട്ടതാ, ഇപ്പോൾ ഞാൻ കേൾക്കുന്നില്ല. നിരന്തരമായി എന്നോട് സംസാരിക്കുവാൻ ഹൃദയത്തെ ഏൽപ്പിച്ചാൽ എത്ര വലിയ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഇല്ലായ്മകളുടെയും മധ്യത്തിലാണെങ്കിലും ഒരു കാര്യം മാത്രം ഇന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഒന്നും ഇന്ന് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അത് മാറും. പക്ഷേ എനിക്കാവശ്യം അവിടുത്തെ സാന്നിധ്യമാണ്. എനിക്കാവശ്യം യുവർ ഗൈഡൻസ് ഓ ഗോഡ്. ഐ വാണ്ട് ഒരു ഉറപ്പ് എനിക്ക് വേണം കർത്താവേ, അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന്, അത് മാത്രം മതി. സ്തോത്രം. ഓരോ ദിവസം ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ വൻ കാര്യങ്ങളൊന്നും കർത്താവ് സോൾവ് ചെയ്തില്ലെങ്കിലും എൻ്റെ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും ദൈവം ഉത്തരം നൽകുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട്. കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അതിനായി സ്തോത്രം. ചില കാര്യങ്ങൾ ചോദിക്കുന്ന ചിലരുടെ കർത്താവ് മറുപടി തരുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. കർത്താവേ, താങ്ക് യു ലോർഡ് ദാറ്റ് യു ഹാവ് ലെഫ്റ്റ് മീ, യു ആർ സ്റ്റിൽ ദേർ വിത്ത് മീ. അവിടെ തന്നെ കൈവിട്ടിട്ടില്ല, അവിടെ തന്നെ കൂടെ ഉണ്ട്. All that you need is the assurance that God is with us. Hallelujah. ഇന്ന് നമ്മുടെ ചെവികളെ ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ശ്രദ്ധ വെച്ച് ചെവി ചായ്ച്ച്
അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠകരമായത് ആ ശബ്ദമാണെന്ന് ആമേൻ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ, God is going to speak to you these days. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണം. ഐ വാണ്ട് ടു ഹിയർ ഫ്രം യു ലോർഡ്. ഈ ദിവസങ്ങളിൽ ആമേൻ ശമൂവേൽ ബാലൻ വളർന്നു. യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു. യഹോവ ഒരു പ്രാവശ്യം മാത്രമല്ല ശമൂവേലിനോട് ഇടപെട്ടത്. ആമേൻ നിരന്തരമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആമേൻ ഒരു കാര്യം പറഞ്ഞിട്ട് ശമൂവേൽ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. ഇന്ന് ദൈവം ചിലത് പറഞ്ഞിട്ട് പലരും ആമേൻ ചിലത് കേൾക്കും, പിന്നെ പറയുന്നത് ശ്രദ്ധിക്കുക പോലുമില്ല. ചിലർ ശ്രദ്ധിച്ച് മനസ്സിലാകും, പക്ഷെ അത് ചെയ്യത്തില്ല. പക്ഷേ അത് ചെയ്യാതെ ദൈവം പിന്നീട് അടുത്ത കാര്യം പറയത്തില്ല. The next guidance you want to speak here from God. കഴിഞ്ഞ ആളുകൾ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? ചില തീരുമാനങ്ങളുടെ മേൽ കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ നിന്നിട്ടുണ്ടോ? ആമേൻ, ടുഡേ ഡിസൈഡ്, ആമേൻ, ലോർഡ് ഐ ആം ഗിവിംഗ് മൈ സെൽഫ് ടു യു ലോർഡ്. ഞാൻ ആ ശബ്ദത്തിന് മുമ്പേ സമർപ്പിക്കുകയാണ് കർത്താവേ, ഞാൻ ചെയ്യുവാൻ തയ്യാറാണ്. സ്തോത്രം. ചിലത് വിട്ടുകളയുവാനായിരിക്കാം. You will hear the voice of God. സ്തോത്രം. അത് ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം, the obedience is the key to blessing. ഈ ദിവസങ്ങളിലും ദൈവസന്നിധി ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, ആ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് കൂടി നമുക്ക് താൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ദിവസം വിശ്വസ്തദാസി എന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരും ഇടയാകട്ടെ. ആമേൻ. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി തന്നെ മാതാവായ മറിയം പോലും പറയുന്നത്, അവൻ കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവൻ. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്നുള്ള പാട്ട് നമ്മൾ പാടി. അതെ, അന്ന് മറിയ ആമേൻ അന്ന് തൻ്റെ അമ്മയായ മറിയം പറയുന്നൊരു കാര്യമുണ്ട്. യേശുവിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അവൻ പറയുന്നത് ചെയ്ത്, ഞാൻ പറയുന്നതല്ല ചെയ്യേണ്ടത്, അവൻ പറയുന്നത് ചെയ്ത്. നിങ്ങൾ അവനിലേക്കാണ് നോക്കേണ്ടത്. അവനിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുന്നത്. യെസ്, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ യേശു ഈ ദിവസങ്ങളും ആമേൻ ഇന്നും കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ച യേശു ഈ ദിവസങ്ങളും യെസ് ലാസറിന്റെ ഭവനത്തിലെ കണ്ണീരിനെ തുടച്ച ദൈവം ഈ ദിവസങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നിരന്തരമായി നമ്മളെ വഴി നടത്തുവാനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വഴിയാത്രകളിൽ, ജീവിതയാത്രകളിൽ എല്ലാ ദിവസവും നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാം. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു, അതുകൊണ്ട് ഹാനോക്ക് എടുക്കപ്പെട്ടു എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെല്ലാവരും ഇവ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ബലപ്പെടുത്തട്ടെ.